justice delivery system and role of Legal Aid Clinic in law schools organized by our Legal Aid Clinic. I welcome you all to this webinar. Mar Gregorius College of Law, managed and run by Siro Malankara Church, has a long tradition of engagement involving educational excellence. Our institution, established in 2012, has now over 900 students and offers 4 programs which include BA LLB, BBA LLB, BCom LLB, and LLM. It is today a proud holder of the Silf Millat Institutional Excellence Award received in 2017 and is also identified as an emerging institution of excellence. Our institution's Legal Aid Clinic, officially inaugurated on 30th March 2021, goes by its prime objective to produce a dynamic group of socially responsible lawyers. It further believes that social responsibility and the feeling of universal brotherhood cannot be taught in classrooms, but are to be internalized by involving in social activities. Its community legal service programs are coordinated under the guidance of the Kerala Legal Service Authority and are aimed to bridge the gap between the classroom and social reality. MGCL Legal Aid Cell provides free legal service to the poor and the needy in the local community, thereby enabling students to spread legal awareness in society. I'd now like to invite our director, Reverend Dr. Koshi Isaac Punamotal, to welcome all. ആദരണീയനായ മുൻ ജില്ലാ ജഡ്ജി ശ്രീ അരവിന്ദ് ബാബു സാർ, തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീമതി ജൂബിയ മാം, ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺ ബിസി സാർ, വൈസ് പ്രിൻസിപ്പൽസ്, ഈ കോളേജിലെ ലീഗൽ എയ്ഡ് ക്ലിനിക്കിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീമതി ഉഷാകുമാരി ടീച്ചർ, ജോർജ് സാർ, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മാർ ഗ്രിഗോറിയോസ് കോളേജ് ഓഫ് ലോ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നിയമ കലാലയമാണ്. 2012 ആരംഭിച്ച ഈ സ്ഥാപനം കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ അഭൂതപൂർവമായ വളർച്ചയാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. കോളേജ് ആരംഭിച്ച് 5 വർഷത്തിനുള്ളിൽ തന്നെ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട ലോ കോളേജുകളിൽ ഒന്നായി നമ്മുടെ കോളേജ് മാറി എന്നതിന് ഉദാഹരണമാണ് 2017 നമുക്ക് ലഭിച്ച നാഷണൽ എക്സലൻസ് അവാർഡ്. വിദ്യാഭ്യാസ മേഖലയിൽ വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ഒരു മാനേജ്മെന്റും പ്രഗത്ഭരായ അധ്യാപകരുടെ അക്ഷീണ പ്രയത്നവും ഈ കോളേജിന്റെ വളർച്ചയ്ക്ക് കാരണമായി എന്ന് പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് കോളേജിന്റെ ആരംഭകാലത്ത് നിയമ മേഖലയിൽ പ്രഗത്ഭനായിരുന്ന ഡോക്ടർ എൻ ആർ മാധവമേനോൻ സാറിന്റെ മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും ഈ കോളേജിന്റെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. കോളേജിന്റെ ആരംഭം മുതൽ ഇന്നുവരെ വിദ്യാർത്ഥികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ മേഖലകളും വിപുലീകരിക്കുവാൻ മാനേജ്മെന്റും അധ്യാപകരും അക്ഷീണം പരിശ്രമിക്കുന്നുമുണ്ട്. അതിൻ്റെ ഭാഗമായും കൂടാതെ അക്കാദമിക സിലബസിന്റെ ഭാഗമായും നമ്മുടെ കോളേജിലും ലീഗൽ എയ്ഡ് ക്ലിനിക്ക് സ്ഥാപിക്കപ്പെട്ടു. സാമൂഹിക പ്രതിബദ്ധതയുള്ള, സമൂഹത്തിൽ പാവപ്പെട്ടവരെയും പാർശ്വവത്കരിക്കപ്പെട്ടവരെയും പരിഗണിക്കുന്ന, അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന നിയമ വിദ്യാർത്ഥികളെ, നിയമജ്ഞരെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് എപ്പോഴും ഈ കോളേജ് ലക്ഷ്യം വെക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് 2017 ഒരു മെഗാ ലോക് അദാലത്ത് കോളേജിലെ ലീഗൽ എയ്ഡ് ക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹായത്തോടെ വിളപ്പിൽശാല ഗ്രാമപഞ്ചായത്തിൽ നടത്തപ്പെട്ടത്. അന്ന് ഏകദേശം 300ഓളം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിച്ചു എന്നുള്ളത് ഇതിന്റെ വിജയമാണ് സൂചിപ്പിക്കുക. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ സാധിച്ചു എന്നതിലുപരിയായി സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാനും വിദ്യാർത്ഥികളായി ഞങ്ങൾക്ക് കഴിയും എന്നൊരു ചിന്തയും ബോധ്യവും വിദ്യാർത്ഥികൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിദ്യാർത്ഥികളുടെ സാമൂഹിക പ്രതിബദ്ധത ഉണർത്തുന്ന, സമൂഹത്തിലെ സാധാരണക്കാരോട് അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട് പക്ഷം ചേരുന്ന, അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുവാൻ ലീഗൽ എയ്ഡ് ക്ലിനിക്ക് പോലുള്ള സംരംഭത്തിന് കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായിരിക്കുന്ന ജസ്റ്റിസ് യു ലളിത് സാർ പറഞ്ഞത് പ്രകാരമാണ് എല്ലാ കോളേജുകളും അവരുടെ 2-3 കോളേജിനടുത്തുള്ള 2-3 താലൂക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് ലീഗൽ അവയർനെസ് കൊടുക്കണം എന്ന്. അതിന് ലീഗൽ എയ്ഡ് ക്ലിനിക് പോലെയുള്ള സംരംഭങ്ങൾ
തയ്യാറാകണമെന്ന് സാർ സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും ഈ ലീഗൽ എയ്ഡ് ക്ലിനിക് പോലെയുള്ള പ്രസ്ഥാനങ്ങളിലൂടെ, സംരംഭങ്ങളിലൂടെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ പ്രായോഗിക പരിശീലനം കൂടിയാണ് ഇതിലൂടെ സംലഭ്യമാകുക. പ്രത്യേകിച്ച് നിയമകലാലയങ്ങളിൽ ഇതുപോലെയുള്ള സംരംഭങ്ങളുടെ ആവശ്യകതയെപ്പറ്റി കുട്ടികൾക്ക് അവബോധം ഉണ്ടായേ തീരൂ. അതിനുവേണ്ടിയാണ്, അല്ലെങ്കിൽ ഇപ്രകാരം ഒരു അവബോധം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ വെബിനാർ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടത്. ഇന്നത്തെ ഈ വെബിനാറിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നത് ആദരണീയനായ ശ്രീ അരവിന്ദ് ബാബു സാറാണ്. ജില്ലാ ജഡ്ജിയായും മീഡിയേഷൻ ഡയറക്ടറായും കേരള സർക്കാരിൻ്റെ ലോ സെക്രട്ടറിയായും ഒക്കെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള പ്രിയപ്പെട്ട അരവിന്ദ് ബാബു സാറിന് ഈ മേഖലയിൽ നമ്മുടെ വിദ്യാർത്ഥികളെ ധാരാളമായി സഹായിക്കാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വളരെ ആദരവോടെ, സ്നേഹത്തോടെ ബഹുമാനപ്പെട്ട അരവിന്ദ് ബാബു സാറിനെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വെബിനാറിൽ ആമുഖ പ്രഭാഷണം നടത്തുന്നത് തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട ജൂബിയ മാഡം ആണ്. നമ്മുടെ ഈ കോളേജിലെ ലീഗൽ എയ്ഡ് ക്ലിനിക്കിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലായ്പ്പോഴും വളരെ തുറന്ന മനസ്സോടെ സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട ജൂബിയ മാഡം. ഒരു സന്തോഷകരമായ കാര്യം ഈ സമയം അറിയിക്കുവാനുള്ളത്, നമ്മുടെ കോളേജിലെ ലീഗൽ എയ്ഡ് ക്ലിനിക്കിന് തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് നമ്മെ സഹായിച്ചത് പ്രിയപ്പെട്ട ജൂബിയ മാഡമാണ്. അതിന് പ്രത്യേകമായി കോളേജിൻ്റെ പേരിൽ നന്ദി പറയുന്നതോടൊപ്പം ഇന്നത്തെ ഈ വെബിനാറിലേക്ക് വളരെ സ്നേഹത്തോടെ ജൂബിയ മാമിനെ സ്വാഗതം ചെയ്തുകൊള്ളു. ഈ കോളേജിലെ ലീഗൽ എയ്ഡ് ക്ലിനിക്കിന് നേതൃത്വം കൊടുക്കുന്നത് അധ്യാപകരായ ഉഷാകുമാരി ടീച്ചറും ജോർജ് സാറുമാണ്. അവരുടെ നിരന്തരമായ പരിശ്രമവും ഇതിൻ്റെ പ്രവർത്തനങ്ങളോടുള്ള താല്പര്യവുമാണ് ഈ സംരംഭത്തെ എപ്പോഴും ജീവനുള്ളതാക്കി നിലനിർത്തുന്നത്. ഉഷാകുമാരി ടീച്ചറിൻ്റെയും ജോർജ് സാറിൻ്റെയും നേതൃത്വത്തിൽ നമ്മുടെ ലീഗൽ എയ്ഡ് ക്ലിനിക്കിലൂടെ നടപ്പിലാക്കുവാൻ ധാരാളം പദ്ധതികൾ വിഭാവനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട രണ്ടുപേരെയും വളരെ സ്നേഹത്തോടെ ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കോളേജിൻ്റെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ജോൺ പി സി സാർ, വൈസ് പ്രിൻസിപ്പൽ തോമസ് കുട്ടി സാർ, രാമേന്ദ്രൻ സാർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. നന്ദി. Thank you, Father. It is indeed an honor to have with us on this day Ms. Jubia A., Sub-Judge, Secretary, District Legal Services Authority, Trivandrum. I now invite ma'am for her introduction to the subject. Thank you. Yes, ma'am. Yes. ബഹുമാനപ്പെട്ട ഏറ്റവും ആദരണീയനായ മുൻ ജില്ലാ ജഡ്ജി അരവിന്ദ് ബാബു സർ, പ്രിയപ്പെട്ട ഫാദർ ഡോക്ടർ കൂശി ഇസാഖ് കുന്നുമൂട്ടിൽ, ഡയറക്ടർ MGCL ട്രിവാൻഡ്രം, പ്രൊഫസർ MV ജോർജ് സർ, ഉഷ മാം, കോളേജിൻ്റെ പ്രിൻസിപ്പൽ, പ്രിയപ്പെട്ട സ്റ്റുഡൻസ്, ശില്പ, സഞ്ജീവൻ. എനിക്ക് തോന്നുന്നു ഈ ടോപ്പിക്കിന്റെ ഇൻട്രൊഡക്ഷനോടൊപ്പം തന്നെ അരവിന്ദ് ബാബു സാറിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. സാറിനെ ഒരുപക്ഷെ എല്ലാവർക്കും അറിയാമായിരിക്കും. എന്നിരുന്നാലും എനിക്ക് സാറിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരുപക്ഷെ ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ടിന്റെ ഒരു വലിപ്പം, ലീഗൽ എയ്ഡിന്റെ പ്രാധാന്യമൊക്കെ സാറാണ് എനിക്ക് DLSAയിൽ ഞാൻ വരുമ്പോൾ ആ ഫസ്റ്റ് വീക്കിൽ തന്നെ എനിക്ക് പറഞ്ഞു തന്നത്. സാറിനത് ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. അരവിന്ദ് ബാബു സാറ് ജുഡീഷ്യൽ സർവീസിൽ ക്രിമിനൽ കോർട്സിലും സിവിൽ കോർട്സിലും വളരെ സക്സസ്ഫുള്ളായി പ്രവർത്തിച്ചിരുന്ന ഒരു ജഡ്ജാണ്. അതിലുപരി സാറ് കേരള സ്റ്റേറ്റ് മീഡിയേഷൻ ആൻഡ് കൺസിലിയേഷൻ സെന്ററിന്റെ ഡയറക്ടറും കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയും പിന്നെ ലോ സെക്രട്ടറിയുമായിരുന്നു. സാറിന് ഓർക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. സാറ് ലോ സെക്രട്ടറി ആയിട്ട് പോകുന്നതിന് ഒരു ദിവസം ഇടയ്ക്ക് ഒരു ദിവസം സാറ് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജായിട്ട്, ഫസ്റ്റ് അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജായിട്ട് സാറ് തിരുവനന്തപുരത്ത് വന്നിരുന്നു. അപ്പോൾ എനിക്ക് DLSAയിൽ സെക്രട്ടറി ആയിട്ട് നിയമനം കിട്ടിയ ആ ഒരു വീക്കിലാണ്. അപ്പോൾ ഒരു DLSA സെക്രട്ടറി എന്നുള്ള രീതിയിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു സമയത്താണ്
സാർ അവിടെ വരുന്നത്. ഇപ്പോൾ ബാബു സാറ് ഇപ്പോൾ കേരള ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ജഡ്ജിയായ ബാബു സാറിനോട് പറഞ്ഞു, ഇത് നമ്മുടെ DLSA സെക്രട്ടറിയാണ് ബാബു സാർ, അരവിന്ദ് ബാബു സാർ എന്തെങ്കിലും സാറിന്റെ ഒരു കോൺട്രിബ്യൂഷൻസ് എല്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും നമ്മുടെ നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ കുറെ സ്കീംസിന്റെ ബേസിലാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ലീഗൽ എയ്ഡാണ് നമ്മുടെ ലീഗൽ എയ്ഡും ലീഗൽ ലിറ്ററസിയും അതെല്ലാം നമ്മുടെ ഒബ്ജക്റ്റീവ്സിലുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് നാൽസയുടെ ഒരുപാട് സ്കീംസിനോടൊപ്പം തന്നെ കേരള ഗവൺമെന്റിന്റെ ഒരുപാട് സ്കീംസ് ഉണ്ട്. അതെനിക്ക് ശരിക്കും അത്ര പരിചയമില്ലാത്ത ഒരു സംഗതിയാണ്. സാറാണ് പറഞ്ഞത്, നമ്മളുടെ ലീഗൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അപ്രോച്ച് ചെയ്യുന്ന പലർക്കും പല ബെനിഫിറ്റ്സും കിട്ടും, പക്ഷെ അവരെല്ലാം അതിൽ അൺഅവെയർ ആണ്, അവർക്ക് അതിലൊന്നും ഒരു ബോധം ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് അവരെ പറഞ്ഞു കൊടുത്ത് സാമ്പത്തികമായോ അല്ലാതെയോ ഒരുപാട് സഹായങ്ങൾ അവർക്ക് കിട്ടാൻ നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കും. അതിന് ഗവൺമെന്റിന്റെ തന്നെ വെബ്സൈറ്റിൽ, ഇപ്പൊ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആയാലും വുമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ആയാലും ഒക്കെ വെബ്സൈറ്റിൽ കുറെ അധികം സ്കീമുകളുണ്ട്. ഇപ്പൊ ആശാകിരണം, ആശ്വാസകിരണം, അങ്ങനെയൊക്കെ പറഞ്ഞ കുറെ സഹായനിധി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്കീംസ് ഉണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് ഇവരെ എയ്ഡ് ചെയ്യാൻ സാധിക്കും. അവർക്കൊക്കെ ആ സ്കീമിന്റെ ബെനിഫിറ്റ് കിട്ടാൻ നമുക്ക് അവരെ സഹായിക്കാൻ സാധിക്കും. സാറ് പറഞ്ഞ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ആ സ്കീംസ് എല്ലാം എടുത്ത് അതാത് ഡിപ്പാർട്ട്മെന്റ്സിന്റെ തന്നെ പിന്നെ ഇത് ഹാൻഡിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ച് അതിന്റെ തൊട്ടടുത്ത മാസം തന്നെ നമ്മുടെ പാനൽ ലോയേഴ്സിനും പാരലീഗൽ വോളണ്ടിയേഴ്സിനും 2 ദിവസത്തെ ട്രെയിനിങ് കൊടുത്ത് അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിന്റെ ബേസിസിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ സാറ് പറഞ്ഞൊരു കാര്യമാണ്, ലീഗൽ സർവീസസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരിക്കലും നമുക്ക് ഒരാൾക്ക് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാൾക്ക്, അല്ലെ റേഷൻ കിട്ടാൻ കഴിയാത്ത ഒരാൾക്ക് നമുക്ക് റേഷൻ കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ ആ റേഷൻ എവിടുന്ന് കിട്ടും, എങ്ങനെ കിട്ടും എന്നുള്ളതിന് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അതായത് അവർക്ക് അത് എങ്ങനെ കിട്ടും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിനുള്ള ആപ്ലിക്കേഷനും അതിനുള്ള സഹായങ്ങളും അവർക്ക് കിട്ടുന്നവരെ നമുക്ക് സഹായിച്ചു കൊടുക്കാൻ സാധിക്കും. അതാണ് ആക്ച്വലി ലീഗൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കർത്തവ്യം. അത് പക്ഷെ പലരും തെറ്റിദ്ധരിച്ച് പല രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതാണ് കൃത്യമായ ഒരു ഉദ്ദേശം. അതും സാർ വളരെ സിമ്പിൾ ആയിട്ടൊരു ചെറിയ എക്സാമ്പിളിലൂടെ എന്താണ് ലീഗൽ സർവീസസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് സാർ പറഞ്ഞു തന്നു. ഞാൻ ഇതിവിടെ പറഞ്ഞു തന്നത് നിങ്ങൾക്കും വളരെ ഈസി ആയി എന്താണ് ലീഗൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യേണ്ടത് എന്ന് ഈസി ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരുപാട് വിഷയത്തിലേക്ക് കടക്കുന്നില്ല, കാരണം സാറ് തന്നെയാണ് ഈ ടോപ്പിക് അവതരിപ്പിക്കാൻ ഏറ്റവും യുക്തമായ ആൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് സാറിനെ തെരഞ്ഞെടുത്ത ശരിക്കും ലോ കോളേജിനെ ഞാൻ, മാർ ഗ്രിഗോറിയസ് ലോ കോളേജിനെ ഞാൻ എൻ്റെ അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞോട്ടെ, ലീഗൽ എയ്ഡ് ക്ലിനിക് ഇൻ ലോ സ്കൂൾസിന്റെ പ്രാധാന്യം എന്താണ്, അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സാർ അത് കൃത്യമായി പറഞ്ഞു തരും. എന്നിരുന്നാലും ഞാൻ 1-2 എക്സാമ്പിൾസിലൂടെ ഞാനത് പറയുകയാണ്. നേരത്തെ നമ്മുടെ ഫാദർ പറഞ്ഞ പോലെ ഒരു ഏരിയ നമുക്ക് അഡോപ്റ്റ് ചെയ്തിട്ട് അവിടെ നമുക്ക് ശരിക്കും ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് വളരെ ഈസി ആയിട്ട് നിയമസഹായം എത്തിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് കോളേജ് സ്റ്റുഡൻസ്. അല്ലെങ്കിൽ ലീഗൽ എയ്ഡ് ക്ലിനിക്സിലൂടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ശരിക്കും അവരുടെ പണ്ട് ആൾക്കാർ നിയമസഹായത്തിന് വേണ്ടിയിട്ട് ഒരു കോടതികളിലേക്കോ അല്ലെങ്കിൽ ലീഗൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്കോ വരണമായിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അവരുടെ ഡോർ സ്റ്റെപ്സിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഒരു ചെറിയ യൂണിറ്റ് ആണ് ശരിക്കും ലീഗൽ എയ്ഡ് ക്ലിനിക്. അത് കുട്ടികളിലൂടെ സാധ്യമാവുക എന്ന് പറഞ്ഞാൽ അതിന് കൂടുതൽ വ്യാപ്തി കൂടുകയാണ്. കാരണം കുട്ടികൾക്കാണ് ഏറ്റവും വൈബ്രൻ്റായി ഏറ്റവും സ്മാർട്ടായി അത് സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. ഏറ്റവും സ്മോൾ യൂണിറ്റ്സിൽ വരെ അവരെത്തിക്കാൻ സാധിക്കുന്നത് കുട്ടികൾക്കാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു ചെറിയൊരു പ്രദേശം അഡോപ്റ്റ് ചെയ്തിട്ട് അവിടെ ഉള്ളവരുടെ എല്ലാം പ്രശ്നങ്ങൾ പഠിച്ച് അവരുടെ ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കി അത് അഡ്രസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ലീഗൽ എയ്ഡ് ക്ലിനിക്കിൽ തന്നെ പരാതികൾ സ്വീകരിച്ച് അവർക്ക് വേണ്ട നിയമസഹായം കൊടുക്കാൻ സാധിക്കും. അദാലത്തുകൾ നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ട സാഹചര്യങ്ങളിൽ ലീഗൽ DSAയുടെ തന്നെ സഹായം നമ്മൾ തന്നെ വന്ന് അവിടെ അദാലത്തുകൾ നടക്കും. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട്. ഇതെല്ലാം കൃത്യമായി തരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും
ഇനിയും ഞാൻ അവിടെ ലീഗൽ എയ്ഡ് ക്ലിനിക്ക് DLSA തന്നെ അംഗീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഉറപ്പായിട്ടും ഞാൻ അവിടെ ഇനിയും വരും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. മുമ്പ് ലീഗൽ എയ്ഡ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ജോർജ് സാറിനോട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഡിസബിലിറ്റി കമ്മീഷന്റെ ഒരു അദാലത്ത് നമുക്ക് അവിടെ വെച്ച് നടത്താം. ഞാനത് ഒരു പ്രപ്പോസൽ അങ്ങനെ വന്നിരുന്നു. പക്ഷെ കമ്മീഷനിൽ നിന്നുള്ള ചില അസൗകര്യങ്ങൾ കാരണം നമുക്കത് നടത്താൻ സാധിച്ചില്ല. പക്ഷെ ഇനിയും അദാലത്തുകൾ വരുന്നുണ്ട്. കാരണം സീനിയർ സിറ്റിസൺസ് ട്രൈബ്യൂണലിൽ തന്നെ പെൻഡിങ് കേസുകൾ ഒരുപാട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഗതി ഇതാണ്, ഇപ്പോൾ ഓൾഡ് ഏജ് ഹോംസിലൊക്കെ നമ്മൾ ഈ ലോ കോളേജസ് നിന്ന് വരുന്ന കുട്ടികളെ കൊണ്ട്, നമ്മുടെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി വരുന്ന കുട്ടികളെ കൊണ്ട് സംസാരിപ്പിക്കുമ്പോൾ അവരിലൊരു പ്രസാദം, ഒരു പ്രസരിപ്പൊക്കെ വരുന്ന കണ്ടിട്ടുണ്ട്. അവരുടെ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് അവർ റിലീവ്ഡ് ആവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കുട്ടികളും വളരെ ഹാപ്പി ആയിട്ട് കാണുന്നുണ്ട്. അപ്പൊ അവർ തന്നെ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് മാഡം അവരിങ്ങനെ ചെയ്യുന്നത്, അവരുടെ മക്കൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, നമുക്ക് അങ്ങനെ ചെയ്തുകൂടെ, ഇങ്ങനെ ചെയ്തുകൂടെ. അങ്ങനെ കുട്ടികളെ കൊണ്ട് തന്നെ നമ്മൾ അവരുടെ മക്കളോട് സംസാരിപ്പിച്ച സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കുട്ടികളിൽ, അതായത് ലോ സ്റ്റുഡൻസിൽ തന്നെ, അവരാണല്ലോ നാളെ വളർന്നു വരുന്ന ഒരു തലമുറയാണല്ലോ. അപ്പൊ അവർക്ക് തന്നെ ഒരു സെൻസിറ്റൈസേഷൻ വരികയാണ്. നമ്മുടെ ഓൾഡ് ഏജ് പാരന്റ്സിനെ അല്ലെങ്കിൽ മുതിർന്നവരെ നമ്മൾ ഒരിക്കലും അബാൻഡൺ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ കർത്തവ്യം, അല്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നൊക്കെ. അത് കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ അബാൻഡൺ ചെയ്യപ്പെട്ട പാരന്റ്സിന് അവരുടെ കൊച്ചുമക്കൾക്ക് പകരം കിട്ടുന്ന കൊച്ചുമക്കളാണ് ലോ സ്റ്റുഡൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അവർ തന്നെ പറയാറുണ്ട്, കുട്ടികൾ ഇപ്പോൾ വരുന്നില്ലല്ലോ മാഡം, എന്ത് പറ്റി, നമ്മൾ പലപ്പോഴും പോകും. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ പ്രാധാന്യം. ഇപ്പൊ ലീഗൽ എയ്ഡ് എന്നുള്ളതിലുപരി ഒരുപാട് സ്ട്രെസ് റിലീഫുകളും ഇതുവഴി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിപ്പിച്ച് വിലപ്പെട്ട അരവിന്ദ് ബാബു സാറിന്റെ സമയം കളയുന്നില്ല. അപ്പോൾ ഈ ടോപ്പിക്, അതായത് ഇമ്പോർട്ടൻസ് ഓഫ് ADR ഇൻ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റം ആൻഡ് റോൾ ഓഫ് ലീഗൽ എയ്ഡ് ക്ലിനിക്സ് ഇൻ ലോ സ്കൂൾസ് എന്നൊരു സബ്ജക്റ്റാണ് സാറ് പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ച കോളേജിനും അതിൻ്റെ ഭാരവാഹികൾ, അതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർക്കുമെല്ലാം എൻ്റെ അഭിനന്ദനങ്ങൾ. അരവിന്ദ് ബാബു സാറിന് ഈ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് ഞാൻ സമ്മതിച്ചതിന് ഞാൻ സാറിനോട് നന്ദി പറയുകയാണ് ഓൺ ബിഹാഫ് ഓഫ് DLSA. Thank you very much, sir. Thank you. Thank you, ma'am. It's now time to call upon our guest of honor for the day, Shri Aravinda Babu PK, retired district and sessions judge, former director of mediation, former law secretary, Government of Kerala, to take over the session on the importance of ADR. Over to you, sir. Thank you, and hello to everybody. Am I audible to you? Yes, sir. Yes, sir. You are audible. So we directly go to the subject without wasting the time, because I am running out of my charge. I am on mobile phone. My net problem is there, therefore I can't use my laptop. So sometime I may switch over to my laptop also, even problem arose. Okay? Yes, sir. Okay, sir. So you might have heard someone saying that probably only in India a grandson get the fortune and opportunity to conduct and continue a case filed by his grandpa. You follow it? Though it sounds like a joke, there is some substance in it. So it is well known fact that the Indian judiciary is one of the oldest judicial systems. But it is also known that the Indian judiciary has become unable to settling dispute despite a large number of fast-track courts have been created. The Indian courts are clogged with thousands of cases, and problem is far from being solved as the cases keeping on piling up. The reason is not only the inability of the courts to solve them in a time, but also the fact that some matters which can be discussed outside the court are also filed before the courts. Then you mention about ADR. What is ADR? It is not alternate, but it is alternative dispute resolution, ADR. എല്ലാവരും തെറ്റിക്കുന്ന ഒരു വാക്കാണ് alternate dispute എന്ന് പറഞ്ഞു കളയും. It is not alternate, but it is alternative dispute resolution. The definition is very simple. The process by which disputes between the parties are settled or brought to amicable result without the intervention of judicial institution, court, and without any trial. This is alternative dispute resolution. And you also know
that the way of solving dispute amicably, wherein a neutral third party is present to find solution, can be traced in various religious texts across the world. You see, in Mahabharata, Mahabhagavatam, even before starting the Kurukshetra war, who mediated for settlement? It was Lord Krishna. Unfortunately, it was a failure. Then what was the consequence? You see, so even in those situations also, this ADR system was prevailing and adopted. And not only in Hindus, in Bible, Christianity, it is also stated, Matthew 5:9, urges Christians to useful means to resolve dispute amicably. Same way in Islam also, there is provision. So there is provision and schemes or whatever the ADR in one way or other prevailing in those days also. In India, the courts were empowered with to refer dispute to arbitration earlier. Subsequently, Arbitration Act was introduced in 1940. Then Section 89 was abolished. Then again in 2002, Section 89 was incorporated in the CPC. Even before incorporation of 89 CPC, we have Arbitration Conciliation Act, and we have Legal Services Authorities Act. And as per the latest position, what is the alternative dispute resolution mechanism? ADR is a technique to resolve dispute and disagreements between the transacting parties by arriving at an amicable settlement through negotiations and discussions. And when you go through this provision, you must remember two decisions of the Supreme Court. You know it, Salem Bar Advocate Bar Association, and other one is from our own state, Kerala, Askan Infrastructure Limited and Cherry and Worky Construction. These two decisions will deal with this Section 89 provision. What is the importance of Section 89? What is the importance of ADR, etc. Section 89 has to be read with the Order 10, Rule 1A, which requires the court to direct the parties to opt for any of the 5 methods of alternative dispute resolution process on their option to refer the matter. Section 89 starts with the words where it appears to the court that there exist elements of settlement. This clearly shows that cases which are not suited for ADR process should not be referred under Section 89 of the Code. The court has to form an opinion that a case is one that is capable of being referred or settled through ADR process. That means having regard to the tenor of the provisions of Rule 1A of Order 10, the civil court should invariably refer cases to ADR process. Only in certain recognized and excluded categories of cases, it may choose not to refer to an ADR process. Section 89 refers 5 types of ADR. That you know it, kinds of ADR. I will skip over that because it is a subject known to everybody. Types of ADR. One is arbitration. The other one is conciliation. Then mediation. Then judicial settlement. And the other one is adalat. You may see these arbitration and conciliation are mentioned in the Arbitration and Conciliation Act. You can see Section 7 to 14 Arbitration Act deals with arbitration proceedings. Same way, Section 61 to 81 of the same Act deals with conciliation. The difference between arbitration and conciliation is clear. Arbitration an adjudicatory dispute resolution process by a private forum governed by the provisions of the Arbitration and Conciliation Act. If there is no agreement between the parties for reference to arbitration, the court cannot refer the matter to arbitration under Section 89 of the Code. Whereas conciliation is a non-adjudicatory process, which is also governed by the provisions of Arbitration and Conciliation Act. The other mode of process, ADR process, as already stated, mediation. Mediation is one of the effective process. In mediation, an impartial person called mediator helps the parties to try to reach mutually acceptable resolution of the dispute. So in India, there is no provision or assets act and statute for regarding mediation, only stated that mediation.
So as per the section 89, that Kerala High Court has framed rules, that is ADR rules. And you can see the process of mediation in that rules. We have trained mediators in Kerala, that is trained by Supreme Court of India and managed by KMCC, that is Kerala State Mediation and Conciliation Center. These mediation centers are attached in each and every district and taluk. And the cases referred from the court to mediation is dealt in this mediation center. That is mediation. Regarding the process of mediation, you must understand what is the procedure. I am not going to enter into that aspect. It's a procedural aspect. Then, when a mediation takes place, the court will refer the parties to mediation center. A trained mediator, that is usually an advocate, discuss with the parties by using scientific method. If it is settled, that will form an agreement that will come back to the court. Then court will check whether it is invalid. Is it as per Order 23, Rule 3 CPC, provisions go no. Then thereafter, if it is a valid agreement, it will give an effect that will amount to a decree. That is a process in mediation. Then regarding conciliation, also if the parties come to an agreement with the help of the conciliator, that will also accepted by the court and treated as a decree. In arbitration, two types arbitration. Adjudicatory and conciliatory. If it is adjudicatory, there is appeal some portion. If it is conciliatory, there is no appeal. In mediation also, there is no appeal. So scope of appeal is very, very limited. Sometimes appeal is barred. Same is the case of Lok Adalat. What is Lok Adalat? Lok Adalat is dealt with Section 20 of the Legal Service Authorities Act 1987. That is also a matter pending before the court can be referred to Adalat. And Adalatil judicial officerum രണ്ട് അഡ്വക്കേറ്റ്സ് ആണ് ഇരിക്കുന്നത്. അവര് ഇത് ഡിസൈഡ് ചെയ്തിട്ട് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുകയും പാർട്ടിയെ പെർസ്യൂഡ് ചെയ്ത് സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ അതും സെറ്റിൽ ചെയ്യുന്നു. ദാറ്റ് ഫോംസ് ആൻ അവാർഡ്, ദാറ്റ് ഈസ് ആൻ എക്സിക്യൂട്ടബിൾ അവാർഡ്. Then it comes back to the court and the execution is done by the court. So in all these process, what is done is when a case is referred to these forums will settle by mutual consent, not by compulsion, no force, nothing else. Only with the consent of parties, they come to a settlement, and that settlement is legally enforceable. The court will give effect to. Therefore, it can be executed as if it is a decree. So then what are the benefits of this ADR? It is time consuming. No, Allah. It's not time consuming. Cost effective. The relation between the parties can be safeguarded. In other case, suppose a court decide a matter and give a verdict to one of the parties, the other party will definitely take up the matter in appeal. So the relation also becomes strained. Here, from the mediation center, conciliation center, arbitration center, കൈ കൊടുത്തിട്ടാണ് കക്ഷികൾ പിരിഞ്ഞു പോകുന്നത്. For relations is also very cordial. It will not be strained. This process is free, absolutely free. In mediation center, you need not pay anything to this mediator or mediation center. It is cost free. സർക്കാരാണ് അവർക്ക് കൊടുക്കുന്നത്. But you have to pay to the advocate, your advocate. Remember, there is a wrong notion that a mediation process is free, therefore you need not pay to the advocate also, your advocate. That is wrong. So there must be some awareness among the stakeholders regarding all these aspects. Then skipping over to the other parties, that all matters are not referable to ADR center. That in AFCON cases, Supreme Court has categorized several cases, such as Order 1 Rule 8 CPC, dispute relating to public officers, cases involving grant of authority, that is probate, serious allegations of fraud, etc. cannot be referred. Other civil suits and other matters can be referred for Adalat. Then, as already stated, this ADR is very good because it is amicable settlement of dispute, speedy disposal of trial, economical settlement of dispute, time-saving management, legal recognition. And it is a well-known fact, there are
plenty of cases pending in Indian courts due to lack of resource, including human resource and infrastructure. Although various steps have been taken towards the improvement of the system, such as speeding up of judicial process, the establishment of new courts, and increasing number of judges, etc., the problem still continues. And what are the suggestions to improve this mechanism? And what is the necessity? That is a question. That is the subject. ADR is very much relevant in this judicial delivery system, even at present, because even after independence, you know, several new statutes were enacted by both Parliament and our legislature. Same way, population is also increased. So, in spite of this increase in these legislations, litigation, and population, the number of courts are not increased. But when a new law comes, the statute envisages establishment of some courts. But due to financial constraints, the government will do what they will do. They will assign or designate an existing court as a court under the new statutes. Therefore, the courts are flooded with number of cases by the increase of new statutes. So it is normally cases will be increased or pendency will be increased. And to eradicate or diminish the number of cases, pendency of cases, what are the mechanisms available? So at this juncture, the importance of ADR mechanisms is very relevant. As already stated, the benefit of the ADR is already stated. And when the cases are pending before the court, there is a tendency that developmental activities in the country will be hampered. Foreign investment will be decreased. Developmental activity, if it is not disputed and the relief is not getting to the parties at the earliest, there is a chance of criminalization. So you may think that suppose a party wanted to evict a tenant from his building. What is the normal case? They will file a rent control petition before a court of law. We know the time-consuming process, appeal, everything. So normally he will not get a room, his own room for conducting his own business. So what will they do? They can't wait until the court decide upward. They will approach some other gundas, that is its quotation deeds. They will evict them within no time. Next morning, he will not see his own shop room in that place. That may be the reason. So, as already stated, or usually stated, if the law ends, tyranny begins. This process, that is ADR process, is very much necessary to give relief, timely relief to the parties, to keep good relations, and patch up the emotional feelings, grudge, revenge, etc. Many cases are born out of these emotional feelings, grudge, revenge, ego, etc. ഇത് കോടതിയുടെ വിലപ്പെട്ട സമയം കളയുകയും യഥാർത്ഥ ലീഗൽ ഇഷ്യൂസിലേക്ക് നമുക്ക് പോകാതിരിക്കുകയും ഇതിൽ എൻടാങ്കിൾ ചെയ്ത് കേസുകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. So unnecessary and unwanted disputes shall not come to the court. Only legal questions involved ചെയ്യുന്ന മാത്രം കോടതിയിൽ വരികയും there should be some screening before filing a case before the court of law. Then only the court can decide the matters expeditiously, timely, speedily, and effectively. Before filing a suit, ADR mechanism should be resolved to. You see, by introduction of section 89, the court were cautioned or alerted to refer these matters, all matters, to ADR mechanism if it is suited for ADR mechanism. That was the provision. That was mandated. Even then, the parties are not willing. The court cannot compel the party to go for ADR. It comes from the party themselves. The parties are not willing. Sometimes may not. So the effectiveness of 89 cannot be that effective implementation of ADR become even an taboo. Therefore, what is the new trend? Now the new enactment will definitely say that if you want to file a suit before a court of law,
you should adopt ADR mechanism. Then only your suit will be entertained. You see the Commercial Code Act, there is provision before resorting conciliation, that before filing a suit before the Commercial Code, you must go to the conciliation. If the conciliation is in failure, you can come to the court. So the law is changing. Tomorrow, some other law may come that if you want to go to the court, you first go to the ADR. Any of these methods. If it is failure, then you come to the court. Then you come to the court, we will decide the matter effectively if it is a legal issue. So ഇപ്പൊ നമ്മുടെ പരിസ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫാമിലി കോളിലൊക്കെ നിങ്ങൾ ലോസൻസ് പോയി കഴിഞ്ഞാൽ കാണാവുന്ന കാര്യങ്ങളാണ്. വെറും ഈഗോയുടെ ഇഷ്യൂസിലും വെറും സിമ്പിൾ ഇഷ്യൂസിന്റെ പേരിൽ ഒന്നായിട്ട് കൊടുക്കുന്ന കേസുകൾ 2, 3, 4, 5 കൊടുത്ത് കേസിന്റെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് പല കേസുകൾ കൊടുക്കും. ഇതിങ്ങനെ കടന്ന് പെരുകി ഒരു കാലത്തും തീരാൻ പറ്റുന്നില്ല. അപ്പൊ എഫക്റ്റീവായിട്ട് ADR മെക്കാനിസം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ചില മേഖലകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതൊന്ന് ഫാമിലി മാറ്റേഴ്സ് ആണ്. ഇപ്പൊ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് തന്നെ കൊമേഴ്സ്യൽ കോട്ട ആക്കിയിട്ടുണ്ട്, സ്റ്റാറ്റ്യൂട്ട് തന്നെ. ഇനി വരാൻ പോകുന്ന ആക്ടുകളോ അല്ലെങ്കിൽ അമെന്റ്മെന്റുകളോ കണ്ടുപിടിച്ചിട്ട് ഈ ADR മെക്കാനിസം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് അഡോപ്റ്റ് ചെയ്ത ശേഷം അല്ലാതെ സൂട്ടുകളോ കേസുകളോ കൊടുക്കാൻ പാടില്ല അതാത് സ്റ്റാറ്റ്യൂട്ടിന്റെ കീഴിൽ എന്നുള്ളൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സോ ദാറ്റ് മീൻ ADR വിൽ എമേർജ് ഓർ ഈ ഒരു ഭാവിയിൽ ഒരു പുതിയ പ്രോസസ് ആയിരിക്കും ഈ ADR മെക്കാനിസത്തിലെ ഈ 5 വിഭാഗങ്ങളും എന്ന് പറയുന്നത്. The main difficulty or taboo in developing this ADR mechanism to the public or the stockholders is that awareness illathavonda. Then for a full-hearted cooperation from the advocates also. Avadeyum venam. Advocates in the profession ഇത് hampering ആണെന്ന് ധാരണ മിസ് റോങ് നോഷൻ അവരുടെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ this will not develop. It is for you, the new generation must understand what is the effectiveness of this ADR and give trust and impetus to this new system. I remember an instance when I was a mediation director. An IT fellow contacted one of our advocates and asked to file a suit to get back some amount borrowed by his friend. The advocate said, you bring those and we will file a suit before a civil suit. Civil suit then that IT fellow asked, sir, how much time I want to get back this amount? Innocently, the advocate replied, you will get by this time, 1 or 2 years, then appeal everything. We calculated 2-3 years. And then, no, sir, I have no time to waste my time for the 2-3 years. I will make more money than by this time. If I am ignoring that amount, you leave it. By leaving that, they abandon this claim for 2 or 3 lakhs and went away. This is trend of the new generation. They want relief, no time. Something, പണ്ടൊക്കെ കോഡ് ബേർഡ്സ് എന്ന് പറയുന്നവരുണ്ട്, കോടതി തന്നെയാണ് ജീവിതം അയക്കുന്നവര്. അതൊക്കെ മാറി. ഇപ്പൊ സ്പീഡി ജസ്റ്റിസ് വേണം. അതുകൊണ്ടാണ് ഡെവലപ്മെന്റ്സ് ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഇമോഷൻസ് ആണ് കൂടുതലും വരുന്നത്, അല്ലെങ്കിൽ ഈഗോ ആണ്. ഇറ്റ് മീൻസ് സംടൈംസ് ഇറ്റ് മീൻസ് ആൻ ഒപ്രഷൻ. അതിനുള്ളൊരു വിഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ റോങ് നോഷൻ മാറ്റുകയും പിന്നെ റോങ് നോഷൻ കാണുന്നത് അഡ്വക്കേറ്റ്സിന് ഈ ADRന്റെ അകത്ത് ഇൻവോൾവ്മെന്റ് കാര്യമായിട്ടില്ല. മീഡിയേഷൻ ആണെന്നുണ്ടെങ്കിൽ മീഡിയേറ്റർ ആണ് നടത്തുന്നത്, കൺസിലിയേഷൻ ആണെങ്കിൽ കൺസിലിയേറ്റർ ആണ് നടത്തുന്നത്, ആർബിട്രേറ്റർ ആണെങ്കിൽ ആർബിട്രേറ്റർ ആണ് നടത്തുന്നത്, അദാലത്താണെങ്കിൽ ജഡ്ജിയാണ് നടത്തുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അഡ്വക്കേറ്റ്സിന് റോളൊന്നുമില്ല, ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് ധരിക്കുന്നു. പല സ്ഥലങ്ങളിലും അങ്ങനെ ഒരു കേൾക്കുന്നുണ്ട്. വി ഹാവ് നോ റോൾ അറ്റ് ഓൾ, therefore we are refraining from attending this mediation. We leave and we sit in the bar association hall. It is absolutely wrong. It's a wrong notion. The participation of the advocate is a must in all ADR center. There is no prohibition at all. So awareness is a must. That should start from the law students, then to the stakeholders such as litigants, then advocates, etc. Enough programs are being organized long back. Even then, it is not reached up to their mark, what I said. Then some suggestions for improving the mechanisms as to the law students, that courts are authorized to convey directives for the adoption of ADR mechanism by the parties, and for that purpose, court must play important role by way of giving guidance. Awareness can be brought by holding seminars, webinars, and workshops. ADR achievement programs have to be organized so that mindset of lawyers, parties in conflict, and judges can be changed. The training of ADR practitioners should be held by the universities, colleges, and institutions. Training of ADR should be made part of the university curriculum. Judicial officers must be trained to identify the cases which can be solved
outside the court. ADR mechanism should be made more viable because of inflow of cases cannot be stopped as the doors of judiciary are not closed. But the outflow can be increased by providing other means of dispute resolution. Mediation centers can be set up in district and tahsil areas, which help the citizens to resolve their dispute quickly and without going for litigation process, which is time-taking process. This is some suggestions and should be borne in mind when as a law students, you are the propagators of this new mechanism. You can accept easily. അതേ ഞങ്ങളൊക്കെ പഴയ ആൾക്കാർക്ക് പറഞ്ഞ പഴയ പിടിയിൽപ്പെട്ടവരാണ്. അവരൊക്കെ കണ്ടു വളർന്ന സിസ്റ്റത്തിൽ ഫോളോ ചെയ്ത് പെട്ടെന്ന് ഒരു ചേഞ്ച് ബുദ്ധിമുട്ടാകും. ബട്ട് ദിസ് ഇസ് എ ടൈം ഫോർ എ ചേഞ്ച്. ചേഞ്ച് ഇല്ല നടക്കാൻ പറ്റത്തില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വരുന്ന കാലങ്ങളാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അപ്പം അഡാപ്റ്റബിലിറ്റി ആണ് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത്, even advocates and law students. So this process, that ADR process, alternative dispute resolution process, should go forward and it will end in success, no doubt. ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ള അവസരങ്ങളാണ് കാണുന്നത്. അതിന് ലോ സ്റ്റുഡൻസിന്റെ ഈ ഇൻവോൾവ്മെന്റ്, അവരുടെ മൈൻഡ് സെറ്റും ആ രീതിയിൽ ആക്കുന്നുള്ള പ്രവർത്തനങ്ങളും ക്ലാസ്സുകളും ലോ കോളേജിലും നിങ്ങളുടെ ഇതുപോലുള്ള ലീഗൽ എയ്ഡ് ക്ലിനിക്സിലും ഒക്കെ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. വൺ തിങ് മോർ, ഒരു പരാതി എന്ന് പറയുന്നത് നോർമലി കേൾക്കുന്ന കംപ്ലൈന്റ് മീൻസ് സെക്ഷൻ 89 എന്ന് പറയുന്ന കോടതിയിൽ വരുന്ന കേസുകൾ മാത്രമാണ് റെഫർ ചെയ്യാൻ പറ്റുക. ദെൻ വാട്ട് അബൌട്ട് അതേഴ്സ്? സപ്പോസ് എ ലിറ്റിഗേഷൻ ഈസ് നോട്ട് സ്റ്റാർട്ടഡ്, come before the mediation center, what can the mediator do? At present, mediator can't do anything unless it is referred from a court of law. Pending cases, but arbitration is not likewise. Conciliation is also not likewise. And the Adalat, the majority cases refer ചെയ്യാം. But in Adalatil, Taluk Legal Service Authority, they can organize Adalat in your legal aid institutions and other forums. അങ്ങനെ ഉണ്ടെങ്കിലും അവിടെ വരുമ്പോൾ that will amount to an award. Even if it is not referred, അദാലത്തിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. റെഫർ ചെയ്യുന്നതും നേരിട്ട് താലൂക്ക് ലീഗൽ സർവീസ് കൊടുക്കുന്ന പെറ്റീഷൻസ്, താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റീസ് വിൽ കണ്ടക്ട് അദാലത്ത് ഫോർ ദീസ് നമ്പർ ഓഫ് പെറ്റീഷൻസ്. 2 ways ഓഫ് അദാലത്താണ് വരുന്നത്. അതാണ് അവിടെ ഡിഫറൻസ്. അപ്പൊ ഈ ഡിഫറൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ഏതാണ് യൂസ്ഫുൾ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലയൻസിന് ഉപദേശിച്ചു കൊടുക്കുക, അതായത് അഡ്വക്കേറ്റ്സ് ക്ലയൻസ് ഉപദേശിച്ചു കൊടുക്കുക. അവർക്ക് എത്രയും നേരത്തെ വേണ്ടത് റിലീഫാണ്. ആ റിലീഫ് കിട്ടാനായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളിൽ ഈ ADR മെക്കാനിസം വളരെ ഫലപ്രദമായിട്ടുള്ളതാണ് കണ്ടുവരുന്നത്. അതിന്റെ അവയർനെസിന്റെയും ഇൻവോൾവ്മെന്റിന്റെയും ഒരു ലാക്നെസ് ആണ് കാണുന്നത്. വാട്ട് ദ അഡ്വക്കേറ്റ് ടെൽസ് ദ പാർട്ടി ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ വാട്ട് ദ അതേഴ്സ് ടെൽസ് ദ പാർട്ടി. അഡ്വക്കേറ്റ് ഉള്ള ആ ഒരു ട്രസ്റ്റ് ക്ലയന്റിന് വലുതാണ്. അഡ്വക്കേറ്റ് പറയുന്നത് ക്ലയന്റ് ശരിക്കും വിശ്വസിക്കും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് താഴെയുള്ള ജഡ്ജിമാർ പറഞ്ഞാൽ പോലും അഡ്വക്കേറ്റ്സ് ആണ് അവരുടെ ഒരു അഡ്വൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ദ മൈൻഡ് സെറ്റ് ഓഫ് ദ അഡ്വക്കേറ്റ് ഷുഡ് ബി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ തലമുറ, നെക്സ്റ്റ് തലമുറ നിങ്ങളാണ് വരുന്നത്. യു ഷുഡ് ഇംബൈബ് ദിസ് ഗുഡ് ക്വാളിറ്റീസ് ആൻഡ് ദി ന്യൂ ഇൻവെൻഷൻസ്, ദിസ് മെക്കാനിസം, ADR മെക്കാനിസം, അത് ടു ടേക്ക് ഫോർവേഡ്. Then this is a short lecture on this ADR mechanism. Then what about the next? That is role of legal aid clinics in law school. Is it a subject that I think you established a legal aid clinic in your law college with the aid of the legal services authorities, and the legal clinics are intended to provide legal relief easily to the indigent and backward sections of our society. You know it. They are almost the lines of primary health centers where doctors and auxiliary medical staff provide basic health care to the people situated in villages area affected with poverty and social squalor. Like doctor rendering health service to the people of the locality in PHC, a lawyer manning the legal aid clinic provides legal services to the people. The thrust is on the basic legal services like legal advice, assisting in drafting notices, replies, petitions, and application, etc., and attempt to solve the dispute of the people. Legal aid clinics have to be manned by paralegal volunteers and lawyers selected by legal services authorities. 2 schemes, that is, these schemes were introduced by the National Legal Service Authority, NALSA. You know it. National Legal Services Authority has evolved 2 schemes. One scheme called NALSA Legal Aid Clinic Scheme 2010, and the other one is NALSA Legal Services Clinics Regulations as per Section 29 of the Legal Services Authorities Act. These provisions of the scheme
are applicable to students' legal aid clinics set up in villages by law schools and law universities also in pari-materia. Final year students may render legal services and junior students may assist them. The clinic shall always under the supervision of faculty member who shall be present in such clinics for immediate consultation. Students may use the legal aid clinics established by authorities and that they may be engaged to adopt a village in remote area and organize legal aid camps. Students may conduct surveys of legal services required for the people of the locality and send report to KELSA or DELSA. You mean Kerala State Legal Service Authority and District Legal Service Authority. Besides students' legal aid clinics in rural area, law schools and universities may also set up permanent legal aid clinics attached to their institution. That is already established. KELSA shall be informed about the establishment of such legal aid clinics. It shall render the required assistance to such clinics. Paralegal volunteers may be deputed to such legal aid clinics, colleges for assisting the seekers of legal aid and interacting with the students and faculties. The KELSA will and shall conduct periodical review of the functioning of these clinics. The State Legal Authority may organize alternative dispute resolution camps, including Lok Adalat, to resolve the problems of the people who seek legal aid in such legal services clinics. The District Legal Authority may issue certificate to the students who complete their assignment in such legal services clinics. So, what all things can be done in a legal aid clinics are dealt with in these schemes. You may go through it. It is available in the DELSA. And one thing is awareness is the main thing that you can afford or provide. You can't settle a dispute and give relief because it is not referred by from a court of law. It is not an adalat established by Legal Service Authority. So if you receive a petition, if it is you try to settle it, and if it is settled, you refer this matter to the Legal Services Authority. They will conduct adalat in your institution and settle all these petitions matter. Otherwise, it will not be a legally enforceable award clinic. The other one is you can provide information, that is awareness. I put it simply an instance. You know, in several government schemes, as already Zubaida പറഞ്ഞ പോലെ തന്നെ ഇഷ്ടംപോലെ ധനസഹായവും മറ്റു പദ്ധതികൾ ഗവൺമെന്റിന്റെ വരുന്നുണ്ട്. അതിന്റെ ബുക്ക് തന്നെ അടിച്ചിറക്കിയിട്ടുണ്ട്. But none of them of us are aware of that. Enough schemes are there. Suppose ഒരു വൈൽഡ് ലൈഫ് ആനിമലിന്റെ അറ്റാക്ക് മൂലം ഒരാളുടെ പ്രോപ്പർട്ടിക്കോ ജീവനോ ശരീരത്തിനോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ the government will provide compensation. The department will provide compensation. ലൈഫാണ് പോയെങ്കിൽ 10 lakhs rupees കൊടുക്കുന്നതാണ് സർക്കാർ. പക്ഷെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ the aggrieved does not know where he has to approach. ഇയാൾ നേരെ കൊണ്ട് വില്ലേജ് കൊണ്ട് ഒരു അപേക്ഷ കൊടുക്കും. വില്ലേജ് അവരുടെ കൊടുക്കാവുന്ന സഹകരണ പദ്ധതി നോക്കിയിട്ട് പറയും ഇത് കൊടുക്കാൻ ഞങ്ങൾക്ക് വകുപ്പില്ല, അപേക്ഷ തള്ളും, അല്ലെങ്കിൽ മുകളിലേക്ക് അയക്കും. അടുത്ത ആളെന്ന് അറിയാൻ പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കും. എല്ലാത്തിനും പഞ്ചായത്തിലാണല്ലോ നമ്മൾ പോകുന്നത്. പഞ്ചായത്ത് ആഫീസ് എടുത്ത് നോക്കിയിട്ടും അവിടുത്തെ റൂളും ചട്ടം പ്രകാരം ഒന്നും കാണുന്നില്ല. അദ്ദേഹം പറയും ഇവിടെ വകുപ്പില്ല, നമുക്ക് മുകളിലേക്ക് അയക്കും, അവിടെ കിടക്കും. സപ്പോസ് എന്നാൽ ഇത് എവിടെയാ കൊടുക്കേണ്ടത്? ഇത് കൊടുക്കേണ്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണ്, കൺസർവേറ്റർ ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസർ കൊടുക്കേണ്ടതാണ്. അവിടെയാണ് കൊടുക്കേണ്ടത്. വൈൽഡ് ലൈഫിന്റെ വാർഡന്റെ കൊടുക്കേണ്ട കേസുകളാണ്. അപ്പൊ ഇത് ഇന്നെടുത്ത് കൊടുത്താൽ ഇത് കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ആ ജ്ഞാനം അല്ലെങ്കിൽ അറിവ് പഞ്ചായത്ത് ഓഫീസിലോ വില്ലേജ് ഓഫീസിലോ ഇല്ലാതെ വരികയും അർഹതപ്പെട്ട ഈ ധനസഹായം ഈ വ്യക്തിക്ക് കിട്ടാതെ വരികയും ചെയ്യുന്നു. പക്ഷെ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അയാളെ ഗൈഡ് ചെയ്ത് ഇന്ന സ്ഥലത്ത് കൊണ്ട് കൊടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് 10 ലക്ഷമോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിക്കോ ഡാമേജ് കിട്ടുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ ആസ് എ ലോ സ്റ്റുഡൻസ്, ആസ് എ ലീഗൽ ക്ലിനിക്സ്, you can do these things, study the schemes of the government and provide information to the public who comes approach the legal service authority or clinic for services or information, and straight away you forward that party with a petition to the right forum, then they will get the benefit. In many schemes the funds are not being utilized. ബജറ്റിൽ അനുവദിക്കുന്ന ഫണ്ടുകളൊക്കെ ലാപ്സായി പോവുകയാണ്. പക്ഷേ പലതിലും കിട്ടുന്നില്ല ആപ്ലിക്കേഷൻ, ഇതൊക്കെ ഡൈവേർട്ട് ചെയ്യും. അപ്പൊ ലോ ആസ് എ ലീഗൽ എയ്ഡ് ക്ലിനിക്കിൽ ചെയ്യാൻ പറ്റുന്നത് റൈറ്റ് ആയ പെറ്റീഷൻ റൈറ്റ് ആയ സ്ഥലത്ത് കൊടുക്കാനുള്ള അവയർനെസ്, യു കൾട്ടിവേറ്റ് ദാറ്റ് ഹാബിറ്റ്. ഫോർ ദാറ്റ് സം ഇൻഫർമേഷൻ വിൽ ബി റിസീവ്ഡ് ഫ്രം ദ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് ഓഫ് കേരള. ദിസ് ഈസ് വൺ തിങ്. ദി അതർ വൺ ഈസ് അവയർനെസ്. Then draft the petitions. You guide them, the parties, to approach correct forum in case of other applications also. Then if
if it is possible, you are a full-fledged mediation, this legal aid clinic, you can conduct adalat with the help of the legal services authorities also. So these are some matters which I want to share with you. ADR and other activities will continue and it will end in a success. I wish a grand success to the ADR and the legal aid clinic conducted by in your institutions. So I think time to stop. Anything, any other interaction or something, any question? Shilpa, Yes, sir. Sanjeev and my Yes, sir. I have put it in the chat box. Participants, if you have any questions, you can put them in the chat box. You can also unmute yourself and raise the question. Good afternoon, sir. Yeah, sir, ഞാനൊരു ഫാക്കൽറ്റിയാണ് ഇൻ ചാർജ് ഓഫ് ദ ലീഗൽ എയ്ഡ് ക്ലിനിക് ആണ്. മൈ നെയിം ഈസ് ഉഷ. ആൻഡ് സർ സർ ഈ സ്കീംസിൻ്റെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സ്കീംസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ദിസ് ചൈൽഡ് ആൻഡ് വിമൻ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിനൊക്കെ സ്കീംസ് ഉണ്ടെന്ന്. അപ്പോൾ ഞങ്ങളുടെ അവിടെ വരുന്ന ആൾക്കാരെ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ വി ഷുഡ് നോ വാട്ട് ആർ ദ സ്കീംസ് എന്നറിയണം. അത് PR ഡിപ്പാർട്ട്മെന്റിനെയാണോ സമീപിക്കേണ്ടത് അതോ ഈ കൺസേൺ ഡിപ്പാർട്ട്മെന്റ്സിനെയാണോ ഞങ്ങൾക്ക് ഈ സ്കീംസിനെ കുറിച്ച് അറിയാൻ? So the government has already published a book, a handbook that is consisting of each and every schemes available to the public. It contains 300, 400 pages. I think I have handed over to the DELSA one book. Otherwise, you consult with the DELSA and the DELSA will obtain that book from the PNRD, Government of Kerala. Thank you, sir. Otherwise, I will provide a book for you. Definitely. Thank you, sir. Thank you, sir. It contains all the schemes of the government, where to approach, who to approach, what are the benefits available. Even educated ആയ ആൾക്കാർക്ക് പോലും അറിയാൻ പറ്റാത്ത സ്കീമുകളാണ്. എവിടെ കൊണ്ട് കൊടുക്കണം, എന്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും അറിയാൻ പറ്റുന്നത്. സപ്പോസ് സംതിങ് ഹാപ്പൻ, ഇഫ് എനി ബെനിഫിറ്റ് ഓർ സ്കീം അവൈലബിൾ ടു ദ പോപ്പുലേഷൻ, പബ്ലിക്കിനുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞുകൂടാ. തന്മാത്രം സ്കീംസ് ആണ് ഉള്ളത് ഗവൺമെന്റിൽ തന്നെ. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റുകാർ അവിടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നുള്ളൂ. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകാരെ കൊടുക്കണമെങ്കിൽ ദേ ക്യാൻ ഗൈഡ് ദ പാർട്ടി. ഇവിടെ അല്ല, ഈ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഇന്ന ഡിപ്പാർട്ട്മെന്റിലേക്കാണ് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അറിവ് പോലും ആ ഡിപ്പാർട്ട്മെന്റുകാർക്കില്ല. അവര് കൺസേൺ ഓൺലി വിത്ത് ദ ഡിപ്പാർട്ട്മെന്റ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ അവരത് മാത്രം നോക്കുന്നുള്ളൂ, റവന്യൂലാണെങ്കിൽ അവർ അത് നോക്കുന്നുള്ളൂ. റവന്യൂക്ക് തന്നെ അറിയുന്നില്ല ഫോറസ്റ്റിലാണ് കൊടുക്കേണ്ടത്, അങ്ങോട്ട് വിടണമെന്ന്. അവൻ പറയും നമുക്ക് വകുപ്പില്ല, അതുകൊണ്ട് പോയി. ഈ പാവപ്പെട്ട കക്ഷി അത് പോവുകയും ചെയ്യും. 10 ലക്ഷം കിട്ടാനുള്ള കക്ഷി കിട്ടാതെ പോകുന്നു, ഗവൺമെന്റ് ഫണ്ട് ലാപ്സായി പോകുന്നു. ദിസ് ഈസ് ഹാപ്പൻ. അപ്പൊ ഇവിടെയാണ് അവയർനെസ്സും അല്ലെങ്കിൽ ഒരു ഗൈഡൻസും കൊടുക്കാൻ പറ്റുന്നത് പബ്ലിക്കിന് വരുമ്പോൾ. ഇതിപ്പം പബ്ലിക് ഇങ്ങോട്ട് വന്നോന്നില്ല, യു ക്യാൻ ഗോ ടു ദം. സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതാണ് സർ, ഞങ്ങൾ വി ആർ പ്ലാനിങ് ടു കണ്ടക്ട് ഒരു ലീഗൽ അവയർനെസ് ക്യാമ്പയിൻ പോലെ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ബട്ട് ഇന്നത്തെ കോവിഡ് സിറ്റുവേഷൻ ഒക്കെ മാറുമ്പോൾ അതേ പറ്റുള്ളല്ലോ. അപ്പോൾ അന്ന് ഈ സംഗതികൾ ഇങ്ങനെയുള്ള ഒരു സ്കീംസിനെ പറ്റിയുള്ള അത് ഞങ്ങൾക്ക് ദാറ്റ് വിൽ ബി ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ് ടു അസ്. ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ അത് അവരെ അറിയിക്കാൻ പറ്റും. So I think that I have taken 100 of books from the government department and served to all the DELSAs and taluk series. They that available in that each and every DELSA. But you can't get a copy because it contains 400 pages. Either you can take a copy or try to obtain from the government department. That can be only the possibility. Thank you. Sir, C.P. Raman, sir, former law secretary. See you, sir. Anything, sir? Former law secretary. അതെ, ഈ ബുക്ക് പബ്ലിഷ് ചെയ്താര്? ഈ ബുക്ക് പബ്ലിഷ് ചെയ്ത ആരുടെ ഡിപ്പാർട്ട്മെന്റ്? സർക്കാരിന്റെയാണ്. അതന്നെ, സർക്കാരിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റ് ഓർമ്മയുണ്ടോ? PNRD ഡിപ്പാർട്ട്മെന്റിന്റെ ആരുടെയാണ്? ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ഐ വിൽ ബോദർ യു, അല്ലെങ്കിൽ ഐ വിൽ ട്രൈ ടു കളക്ട് എ കോപ്പി ഫ്രം ദ PNRD. ദാറ്റ് ഈസ് ബെറ്റർ. ഇയർലി അടിച്ചിറക്കുന്നതാണ്. ഞാൻ കളക്ട് ചെയ്തു. ഞാൻ അത് 100 ബുക്ക് കളക്ട് ചെയ്തിട്ട് മൈസെൽഫ് എല്ലാ ഡെൽസയ്ക്കും താലൂക്കിനും കൊടുക്കാനായിട്ട് ഡെൽസ ഏൽപ്പിച്ചിരുന്നു. ഇൻഫോർമേറ്റീവ്
ബുക്കുകളാണ് ദീസ് ലോ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ലീഗൽ ക്ലിനിക്കാർക്ക് പറ്റിയത് കാര്യമാണ്. ആൾക്കാർ ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ട് പോയി കൊണ്ട് കൊടുക്കാൻ സംഭവം അറിഞ്ഞു കൊടുക്കുമ്പോഴും അങ്ങോട്ട് ഡോസസിൽ കൊണ്ട് കൊടുക്കാൻ ഞങ്ങളൊരു കോപ്പി ട്രിവാൻഡ്രത്ത് നിന്ന് കളക്ട് ചെയ്യാൻ ശ്രമിക്കാം. അതർവൈസ് ഐ വിൽ എന്തോ കളക്ട് ഇറ്റ് ഫ്രം യു. ഇപ്പൊ എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ തരാം. Okay, okay. Thank you for the participation and giving an informative lecture. It's not a lecture, sir, only a Sharing the information, whatever may be the nomenclature, it is worthy for the students as well as the other listeners. Due to some technical snag, I could not join at the inception. Anyway, I joined now for some 12, 15 or 20. Thank you very much. And somebody will formally thank you. Okay. Yes, ma'am. Sir, it is indeed a matter of great pleasure to have gotten an opportunity to attend such a comprehensive session on the importance of alternative dispute resolution and the role of legal aid clinic in law colleges. Your suggestion to all the law students and future lawyers to create awareness is truly one to consider. I'm really grateful to the college management for taking the initiative to provide us with a platform for interaction with such a distinguished speaker. On behalf of the college, I'd like to invite Professor M.V. George, Professor Mar Gregorius College of Law, to propose the vote of thanks. Thank you, Shilpa. Our Reverend Director, Reverend Father, Dr. Koshi Isaac Pundamotil, Dr. P.C. John, our principal of the college, and our faculty members, and the dear students. Now it's almost lunchtime. I know you are all sitting in hungry mood, so I'll not take much of your time, and I'll finish my role in a few minutes. Both the speakers of this program highlighted the importance of ADR and also the role of legal aid clinic in law colleges. I'm sure that students are really benefited by the lecture rendered by our guest speaker. In this regard, I would like to say a few words as an add-on to what has already been said now. Our existing system, judicial system, is overburdened and cannot bear the increasing litigations in this country. A poor country like ours cannot afford to create exorbitant number of courts. It is in this context, it is thought of alternate systems that are old as ADR mechanisms. The first of its legislation in this regard was introduced in 1987 as Legal Service Authority Act. Then in 1996, we got an amended Arbitration Conciliation Act. And again, there are mediation rules, which is yet to be implemented as an act, although it is an act in many other countries. And we are experimenting these ADR systems for the last 25 years. Now it has been widely accepted by the litigant public and all the stakeholders as a legal mechanism to deliver justice to the common man. We cannot now think of eliminating the system, and it has become a part and parcel of the administration of justice. We, the law school, also have a role to play, and our legal aid clinic is a stepping stone to be part of the system. With these remarks, let me enter into my duties. We are really fortunate to have the gracious participation of two eminent personalities who are the apt and right persons to talk on the subject. As far as Sri Aravind Babu is concerned, he was a judge of the Kerala judiciary and worked at all levels of courts in Kerala. And then he was the director of mediation, and then he was secretary to Government of Kerala, law secretary to Government of Kerala. Initially, for this program, I approached the present director of mediation. He's a sitting judge. Then he expressed some inconvenience. Then I thought of contacting the former director, I knew that Sri Aravind Babu was a former director. Then I also knew that our Ramaraj Prasad sir is a good friend of Aravind Babu. So I contacted him. Then through him, I obtained the consent of
Sri Aravinda Babu. Then we made an approach with him, and he readily agreed to be render a lecture on this subject. And really, we are blessed by your rich thoughts, sir. And really, I'm sure that our students are also benefited by it. I, on behalf of the Mar Gregorius College of Law, the faculty and the students community, thank you, sir, for sparing your valuable time. Next subject, Jubia. She is the secretary of DELSA. She has a special regard for our college. She has visited our college many times and also participated in a few programs. This legal aid clinic was also inaugurated by her. And but many of our students could not meet her. But I'm sure that many of our students visited the mediation center and availed her service. She has earlier promised to organize a Lok Adalat in our college, but could not work out due to the corona threat. And let us pray to get over this pandemic soon and arrange a grand program in our college. On behalf of the MGSL management, faculties, and the students, thank you, madam, for your gracious participation. And our director, Achan, who is the pillar of this institution. When we discussed over the issue of the need of facilities of a legal aid clinic, he was very quick to respond, collected all the inputs and other requirements of a legal aid clinic, and in a very short span of time, in this pandemic difficulties, he arranged a most ideal location, set up all the infrastructure, beautifully arranged everything to attract anyone who avails the service of this clinic, which I am sure many of the law colleges in this country may not have. Out of propriety and gratitude, I thank our Achan for all the care and support. Our Principal Dr. P.C. John is our head, who is a guiding spirit behind, and it is with his direction and guidelines that we proceeded with this function. Out of propriety, I thank our principal, Dr. P.C. John, for all your support, sir. Then our two vice principals, Thomas Kutty, sir, Ramendran, sir, all the faculty members, especially Usha madam, who is the coordinator of the event, and Vinulal, sir, who provides the technical support, and all the non-teaching staff of the college for their support and cooperation. Last but not the least, our students community, who are the soul and body of this institution. I am sure you are very much benefited by this program because ADR is part of your syllabus. I thank every one of you for your participation. Thank you, one and all. Thank you, sir. Thank you all for joining with us today. Hope to see you soon in the upcoming webinars. Thank you.